ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമലുവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് കരുതിയ വിനായകൻ തന്റെ അപ്പനെ കുത്തുന്ന കാഴ്ചയാണ് അമലു കാണുന്നത്. അമലു ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അമലു ഓടിച്ചെല്ലുകയാണ് അപ്പന്റെ അരികിലേക്ക്. അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അവൻ വീണ്ടും ഉപദ്രവിക്കാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ അമലുവിനെ കണ്ട് അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ആ സമയത്ത് അമലു അച്ഛന്റെ അരികിലേക്ക് ഓടിച്ചെന്നിട്ട് അപ്പ അപ്പ എന്താ പറ്റിയ അപ്പ എന്താ അപ്പ എന്നൊക്കെ ചോദിച്ചങ്ങനെ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം അവൾ അങ്ങനെ പൊട്ടിക്കരഞ്ഞങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെയായിരിക്കും കിരണും കൂട്ടരും അവിടേക്ക് ആ കാട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ കിരൺ ഈ ഒരു കാഴ്ച കാണുകയാണ്. ഇവളുടെ ഈ നിലവിളിയൊക്കെ കേൾക്കുന്നുണ്ട്. അവൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ആരുമില്ലേ, ഓടി വായോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വായോ എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ അമലു വാ വിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ കിരണൊക്കെ അവിടെ എത്തുമ്പോൾ എന്ത് പറ്റിയത്, മൂപ്പന് എന്താ പറ്റിയതെന്ന് ചോദിച്ച് ഓടി എത്തുകയാണ്. അപ്പോൾ അമലുവിന് കിരണിനെ കാണുമ്പോൾ തന്നെ ആളെ മനസ്സിലാവുന്നുണ്ട്. സാറേ, അയാള് എൻ്റെ അപ്പനെ കുത്തിയിട്ട് ഓടിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോൾ ആര്, ഗംഗപ്രസാദോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് വിനായകേട്ടൻ, അയാളാണ് അപ്പനെ കുത്തിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ പറയാണ്, ബൈജു, രതീഷ് വേഗം എടുക്ക് എന്ന് പറയുകയാണ് നമ്മുടെ മൂപ്പന്. അങ്ങനെ പെട്ടെന്ന് തന്നെ മൂപ്പന്, ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് മൂപ്പനെ എത്തിച്ചോളാം, മൂപ്പനെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കോളാം, അമലു വീട്ടിലോട്ട് പോയിക്കോ എന്നിങ്ങനെ അമലുവിനോട് പറയുകയാണ് നമ്മുടെ കിരൺ. അങ്ങനെ ഞാനും കൂടി വരാമെന്ന് അമലു പറയുന്നുണ്ട്. അപ്പം വേണ്ട, ഇപ്പം വരണ്ട, ഞങ്ങൾ എന്തായാലും കൊണ്ടുപോയിക്കോളാം എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരണൊക്കെ കൂടിയിട്ട് വേഗം തന്നെ അക്കരയ്ക്ക്, അതായത് കാട് കടന്ന് നാട്ടിലേക്ക് എത്തുകയാണ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുത്തു കിട്ടിയ ഭാഗത്ത് അവരെങ്ങനെ ഡോക്ടർ ഐസിയുലാണ് നമ്മുടെ മൂപ്പനുള്ളത്. അതിനുശേഷം കിരൺ ആണെങ്കിൽ കല്യാണിയോടൊക്കെ ഇങ്ങനെ വിവരം പറയുകയാണ്. കല്യാണിയും അതുപോലെ തന്നെ രൂപയും അവിടെയുണ്ട്. അപ്പം അവരോട് വിവരം പറയുന്നുണ്ട്, ഞങ്ങൾ ആ ഗംഗയെ തേടി കാട്ടിലെത്തിയിരുന്നു, പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സത്യങ്ങളെല്ലാം മൂപ്പൻ അറിഞ്ഞു. ഫോറസ്റ്റുകാരുടെ അരികിൽ നിന്നാണ് മൂപ്പൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് സത്യങ്ങൾ. അങ്ങനെ മൂപ്പൻ അവനെ ചോദ്യം ചെയ്യാൻ നിന്നതായിരുന്നു. മൂപ്പൻ ചോദ്യം ചെയ്തപ്പോൾ അവന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നും മൂപ്പനെ കുത്തി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും മൂപ്പന്റെ സ്ഥിതി ഇത്തിരി സീരിയസ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്താണെങ്കിൽ അച്ഛൻ ഹോസ്പിറ്റലിൽ വിഷം കഴിച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. വേറൊരിടത്ത് ഇപ്പൊ മൂപ്പനും അങ്ങനെ ഇവനാണെങ്കിൽ കിരണാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ അമലു ഓടി ചെല്ലുകയാണ് തൻ്റെ വീട്ടിലോട്ട്. അമ്മയുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് അമ്മേ എന്ന് വിളിക്കുകയാണ്. അപ്പം എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛന് കുത്തു കിട്ടി അമ്മേ എന്ന് പറയും, അപ്പന് കുത്തു കിട്ടി എന്ന് പറയാണ്. കുത്തു, എന്താ മോള് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മ, ആ വിനായകൻ എന്ന് പറയുന്നവൻ അയാള് അപ്പനെ കുത്തി എന്ന് പറയുന്നുണ്ട്. വിനായകനോ എന്ന് ചോദിക്കാൻ, അപ്പം അതെ, അയാൾ വിനായകനൊന്നല്ല അമ്മ, അയാൾ ഏറ്റവും വലിയ ഗുണ്ടയാണ്, അയാൾ കൊലപാതകിയാണ്, നമ്മളൊക്കെ ചതിക്കുകയായിരുന്നു അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാളാണ് അപ്പൻ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അയാളോട് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് അപ്പനെ കുത്തിയിട്ട് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്, കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോഴും വള്ളി അപ്പോഴേക്കും കരച്ചിലായി. മൂപ്പൻ്റെ ഭാര്യ അപ്പോഴേക്കും ഭയങ്കര കരച്ചിലായി. അപ്പോഴേ വേലു പറഞ്ഞതാണ്, ആ കുട്ടി പറഞ്ഞതാണ് ഉള്ളവരെ ഇവിടെ താമസിപ്പിക്കേണ്ട എന്ന്. അസുഖം ഭേദമായപ്പോൾ അവനെ പറഞ്ഞു വിടാൻ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എണ്ണിപ്പറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൂപ്പത്തി. അപ്പോൾ ആ സമയത്ത് അമല് പറയുന്നുണ്ട്, അമ്മ, അയാൾക്ക് സംസാരിക്കാൻ കഴിയാകുകയൊന്നുമില്ല, അയാൾ നന്നായി സംസാരിക്കും, അപ്പനെ എന്തൊക്കെയാണ് അയാൾ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ചതി പറ്റിപ്പോയല്ലോ അമ്മ എന്ന് പറയുകയാണ്. അപ്പോൾ നീ എന്താ ഈ പറയുന്നത്, എന്തായാലും അവൻ പോയല്ലോ, അപ്പനെ എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പോൾ സാറുമാർ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്നിട്ട്, ആ സാറുമാരാണ് അപ്പനെ കൊണ്ടുപോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ നാട്ടിലോട്ട് എത്തണം, അവിടെ പട്ടണത്തിലെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഉള്ളത്, നമുക്ക് അവിടേക്ക് പോകാം അമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോവാം മോളെ എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന അമലുവിന് വീണ്ടും ചെറിയൊരു തളർച്ചയൊക്കെ തോന്നുകയാണ്. അപ്പോൾ അമ്മയോട് അവൾക്ക് സത്യം പറയാനും പേടിയായിട്ട് അവൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അവൾ പറയും സത്യങ്ങളല്ല, അമ്മ എനിക്കൊരു ചതി പറ്റി, അയാളെ ഞാൻ വിശ്വസിച്ച് പോയി, അയാൾക്ക് ഞാൻ മനസ്സും എൻ്റെ ശരീരവും ഞാൻ അയാൾക്ക് കൊടുത്തു അമ്മ, ഞാനിപ്പോൾ ഒരു അമ്മയാവാം, എനിക്ക് വിശേഷമുണ്ട് അമ്മ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മൂപ്പത്തി ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ ചെയ്തത്, കാടിൻ്റെ ഇത് നീ നശിപ്പിച്ച് കളഞ്ഞല്ലോ, ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ കാട്ടിൽ നിന്ന് ഊരുവിലക്കുണ്ടാവുന്ന നിനക്ക് അറിയണതല്ലേ, നിനക്കെല്ലാം അറിഞ്ഞിട്ട് നീ ഇങ്ങനെയാണോ ചെയ്തത്, ആ വേലു നിന്നോട് എത്രയോ
വട്ടം പറഞ്ഞു അവൻ്റെ കൂടെ നടക്കണ്ട എന്ന്. അവരൊക്കെ ധിക്കരിച്ചതിനുള്ളതാടി നമുക്കൊക്കെ ഈ ശിക്ഷ കിട്ടിയത് എന്ന് പറഞ്ഞ് അങ്ങനെ മൂപ്പത്തി പൊട്ടിക്കരയുകയാണ്. വാ അമ്മ, എന്തായാലും നമുക്ക് അപ്പൻ്റെ അരികിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് മൂപ്പത്തിയും അമലും കൂടിയിട്ട് അപ്പൻ്റെ അരികിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ അവിടെ കിരണൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു വിധത്തിൽ ഹോസ്പിറ്റലൊക്കെ കണ്ടെത്തി അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കിരൺ അവിടെ ഉണ്ടാവും. അങ്ങനെ അപ്പനെ ചെന്ന് കയറി കാണുകയാണ്. അപ്പോൾ കുഴപ്പമില്ല, പെട്ടെന്നൊരു സർജറി വേണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവരം പറയാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കല്യാണിയും അമലും കൂടി സംസാരിക്കുകയാണ്. കല്യാണിയോട് അമല് പറയുകയാണ്, സാറമ്മേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവമൊന്നും, ഞങ്ങൾ അയാളെ വിശ്വസിക്കുകയാണ് ചെയ്തത്. അയാളെ പാതി ജീവൻ നഷ്ടപ്പെട്ട രീതിയിൽ കാട്ടിൽ നിന്ന് വേലു തന്നെയാണ് കണ്ടെത്തിക്കൊണ്ട് വന്നത്. പക്ഷേ അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്നും അതുപോലെ തന്നെ അയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്നും ശത്രുക്കൾ കാണിച്ചു കൊടുക്കരുത്, അവിടേക്ക് ആര് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് ആരോടും പറയരുത് എന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അത് തന്നെയല്ല, ആ കാട്ടിലെ പക്ഷികളെയും മൃഗങ്ങളെയും വേട്ടയാടുന്നവരെയും മരങ്ങൾ മുറിക്കുന്നവരെ കുറിച്ചൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളെ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് സത്യമൊന്നും അറിയില്ലായിരുന്നു സാറമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവനെ കുറിച്ച് ഞങ്ങൾ പലവട്ടം അവിടെ കാട്ടിലോട്ട് അന്വേഷിച്ച് വന്നപ്പോൾ ഇവനെ കാണാൻ സാധിച്ചില്ല. നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റായി പോയി എന്ന് പറയുന്നുണ്ട് കല്യാണി. അപ്പോൾ എൻ്റെ അപ്പൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്ന അവനെ ഞാൻ വെറുതെ വിടില്ല, അവനെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുകയാണ്. എന്തായാലും അതിനുശേഷം നമ്മുടെ അമലവും അതുപോലെ തന്നെ ഈ പറയുന്ന അമ്മയും കൂടിയിട്ട് വേലുവിനെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ വേലുവിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം നിങ്ങളെന്താ ഈ നാട്ടിലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുകയാണ്, അപ്പനെ കുത്തി അവൻ ഒരു വലിയ ഗുണ്ടയായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എത്ര പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് അവനെ വിശ്വസിക്കരുതെന്ന്, അവൻ കൊള്ളരുതാത്തവനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് എന്നെ പുച്ഛമല്ലേ ആയിരുന്നത് എന്നിങ്ങനെ വേലു അമലുവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പനിപ്പോൾ കുത്തുകിട്ടി ഇവിടെ പട്ടണത്തിൽ ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട്. അയ്യോ മാമൻ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനെ എതിർത്തപ്പോൾ അവൻ കുത്തി ഓടിയതാണ് എന്ന് പറയുന്നുണ്ട്, ഒരു കമ്പെടുത്ത് കുത്തിയതാണെന്ന് പറയുമ്പോൾ അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് ഇവൻ എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് ഗംഗപ്രസാദ് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, പക്ഷേ നിങ്ങൾ ഈ സത്യം മൂടി വെച്ചതിൻ്റെ ചെറിയൊരു ശിക്ഷ അത് നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ അമലും ഇവനോട്, അതായത് വേലുവിനോട് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. വേലുവേട്ട എന്നോട് ക്ഷമിക്കണം, ഞാൻ വേലുവേട്ടനെ വിശ്വസിച്ചില്ല, എന്നോട് ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് എനിക്ക് പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂപ്പത്തി പറയണം, അതേ മോനെ ഇവൾക്ക് ജീവിതത്തിൽ ഇവൾക്ക് ജീവിതത്തിൽ പാടില്ലാത്തൊരു തെറ്റ് ഇവൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അവളുടെ വയറ്റിൽ ആ ദുഷ്ടൻ്റെ കുഞ്ഞുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ വേലു ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും മൂപ്പൻ്റെ അസുഖമൊക്കെ മാറട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ വേലു എന്തായാലും ഇവളെ കൈവിടില്ല, അത് ഉറപ്പാണ്. വേലു എന്തായാലും സത്യങ്ങൾ അറിഞ്ഞാലും ഈ അമലുവിന് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ വേലുവിന്, അതുകൊണ്ട് തന്നെ കൈവിടില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് വരാൻ പോകുന്നത്, കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്